ഹലോ അസ്സാം വലൈക്കും. ഞങ്ങൾ ഈ വീക്കെൻഡിൽ ചുമ്മാ കറങ്ങാൻ പോയപ്പോൾ എടുത്തൊരു ലോങ് വീഡിയോ ആട്ടത്. ഞാൻ മിറാക്കൽ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. റോളയിൽ നിന്നാണ് ബസ് കയറിയത്. 309 എന്ന ബസ് ഷാർജ ഇൻറ്റർസിറ്റി ബസ്സാണ്. അപ്പോൾ അത് നേരെ പോകുന്നത് എമിറേറ്റ്സ് മോളിൻ്റെ അവിടെയാണ്. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിലായിട്ടാട്ടോ നിർത്തി തരിക. നമ്മളുടെ ഇൻറ്റർസിറ്റി ബസ്സായതുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ ഒരു 200 മീറ്ററോളം എമിറേറ്റ്സ് മോളിൻ്റെ ഫ്രണ്ടിലേക്ക് നടക്കാനുണ്ട്. അവിടെയാണ് ബസ് സ്റ്റേഷൻ വരുന്നത് കേട്ടോ. നമ്മൾ അപ്പോൾ മെട്രോയിൽ വരുന്നവർക്ക് നമുക്ക് സെൻട്രൽ പോയിന്റിൽ യൂണിയനോ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എമിറേറ്റ്സ് മോളിൻ്റെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങാം. അവിടെ നിന്ന് തന്നെ നമുക്ക് ബസ് സ്റ്റേഷൻ കാണാൻ പറ്റും കേട്ടോ. 105ാമത്തെ ബസ്സാണ് നമ്മുടെ മിറാക്കൽ ഗാർഡൻ പോവാനുള്ള ബസ്. അവിടെ നിന്ന് നമുക്ക് നോൾ കാർഡും ഒക്കെ റീചാർജ് ചെയ്യാനുള്ള സംഭവം അവിടെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ കസ്റ്റമർ സർവീസിനോട് ചോദിക്കുക. അവിടെ നിന്ന് നേരെ നമ്മൾ ബസ് ഇറങ്ങുന്നത് മിറാക്കൽ ഗാർഡൻ്റെ അവിടേക്കാണ്. എൻട്രിക്കുള്ള ഏറോ മാർക്കുള്ള ഒരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. എമിറേറ്റ്സ് മോളിൻ്റെ അവിടെ നിന്ന് ടാക്സിക്ക് വരുന്നവർക്ക് ടാക്സിക്കും വരാട്ടോ. എന്നിട്ട് നേരെ നമ്മൾ കൂടെ ആൾക്കാർ നടന്നു പോകുന്നത് കാണാം. അതേപോലെ തന്നെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി കാണാൻ പറ്റും. അവിടെ ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. പിന്നെ എമിറേറ്റ് സൈഡ് ഉള്ളവർക്ക് 73.50 ദിറംസാണ് വരുന്നത്. നോർമൽ ടിക്കറ്റ് റേറ്റ് 100 ദിറംസാണ്. ഈ വിസിറ്റ് വിസക്ക് വരുന്നവർക്കൊക്കെ 100 ദിറംസായിട്ട് വരിക. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഫീസ് കാര്യങ്ങളൊക്കെ അവിടെ ബോർഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എൻട്രി ആവും ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിസ്കരിക്കാനുള്ള സൗകര്യം എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ നമുക്ക് നടക്കാൻ വയ്യാത്തവർക്ക് അവിടെ ബഗ്ഗി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആട്ടോ. നമുക്ക് കപ്പിൾസിനൊക്കെ നല്ല ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്ത് നോക്കി നോക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെ. പിന്നെ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു കുഞ്ഞു ഷോപ്പ് കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫുഡ് കോർട്ടൊക്കെ അത്യാവശ്യം കുറേ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. പിന്നെ ചിലത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും, ചിലത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത റേറ്റും ഉണ്ട് കേട്ടോ. എന്നാലും നമുക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനുള്ള കഫേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആക്ടിവിറ്റീസ് കാര്യങ്ങളോ ആ ഭാഗങ്ങളൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് പോയി നോക്കി നോക്കണം. പിന്നെ അവിടെ ഒരു പ്രോഗ്രാം നടത്താനുള്ള ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്നൊക്കെ നമുക്ക് നല്ല ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഇതാണ് ആ സംഭവം കേട്ടോ. ആ ഏരിയ നമുക്കവിടെ ഇരുന്നിട്ട് കാണാൻ പറ്റുന്നത്. ഞങ്ങൾ പോയപ്പോൾ ഒന്നും പ്രോഗ്രാം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, ഒരുപാട് കാണാണ്ട് കേട്ടോ. എമിറേറ്റ്സ് ഫ്ലൈറ്റിനൊക്കെ നമുക്ക് നല്ല രീതിക്ക് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കടക്കാൻ പറ്റൂല. പക്ഷെ നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് കാണാനൊക്കെ നല്ലോണം പറ്റുന്നുണ്ട് അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഇല്ല എന്നുള്ളൂ. പിന്നെ ഇവിടെ തന്നെ വരുന്നുണ്ട് നമുക്ക് ബട്ടർഫ്ലൈ ഗാർഡൻ. അവിടേക്ക് കയറുമ്പോൾ നമുക്ക് എൻട്രി ഫീസ് വേറെയാണ്. അത് നമുക്ക് മിറാക്കൽ ഗാർഡൻ്റെ ടിക്കറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ എടുക്കുകയും ചെയ്യുക. അല്ലാതെ സെപ്പറേറ്റ് നമുക്ക് ഓൺലൈനിൽ എടുക്കാൻ തോന്നുന്നു. അതിന് എമൗണ്ട് വരുന്നത് 140 ദിറംസാണ്. ഞങ്ങൾ അങ്ങോട്ട് കയറിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഇല്ലാത്തത്. അത് അവിടെ നമുക്ക് എൻട്രി ഫീ കാണാൻ പറ്റും. നമുക്ക് കടന്നു വരുമ്പോൾ തന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ പറഞ്ഞിട്ട് അവിടെ നമുക്ക് എൻട്രി ചെയ്യാനുള്ള ഭാഗമൊക്കെ കാണാം. അങ്ങനെ എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ അവിടെയൊക്കെ ഞങ്ങൾ എത്തി. ആ വീഡിയോ ആയിട്ട് അതിൽ കാണുന്നത്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുക്കാം. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും വരികയാണെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും കേട്ടോ. ഞങ്ങൾ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ഞങ്ങളും പോയത്. അപ്പോൾ ഒരു ഡീറ്റെയിൽ വീഡിയോ എല്ലാവർക്കും ഭയങ്കര ഉപകാരപ്പെടും തോന്നിയത് കൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തത് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് വെള്ളം കാര്യങ്ങളൊക്കെ അലൗഡ് ആട്ടോ. അതിനൊന്നും പ്രശ്നമില്ല. അങ്ങനെ ചെക്കിങ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ വെള്ളമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ചെറിയ സ്നാക്സൊക്കെ കൊണ്ടുപോവുക. അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സ്പോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വിശ്രമിക്കാനുള്ള കുറേ ഏരിയാസ് ഉണ്ട്. പിന്നെ ഈ ക്ലൈമറ്റിൽ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. നല്ല ക്ലൈമറ്റാണ്. പോയി നോക്കുമ്പോൾ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈവനിങ് 11 മണി വരെ ഒക്കെ ഉണ്ട് കേട്ടോ. നൈറ്റ് വ്യൂ വേറൊരു രസമായിരിക്കും. ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നൈറ്റ് വരെ നിന്നൊന്നുമില്ല. ഞങ്ങളൊരു 5 മണിയൊക്കെ ആയപ്പോൾ റിട്ടേൺ ചെയ്ത്. പിന്നെ ഒരു സ്പെഷ്യലായിട്ട് ഒരു കാര്യം വരുന്നത് ബർത്ത്ഡേ ഉള്ളവർക്ക് എൻട്രി ഫീസ് ഫ്രീ ആയിട്ടാട്ടോ വരുന്നത്. പിന്നെ ഫോട്ടോ ലൊക്കേഷൻസ് കുറേ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഫോട്ടോ എടുത്ത് തരാനുള്ള ആൾക്കാർ അവർക്ക് നമുക്ക് കാശ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുത്ത് തരും. അതിനുള്ള സംവിധാനമൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ കുറേ ഫ്ലവേഴ്സ് കാണാം കേട്ടോ. നമുക്ക് അതിനായിട്ട് ഒരുപാട് അലങ്കരിച്ചിട്ടുണ്ട്. എല്ലാതും നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ സ്റ്റെപ്പ് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫുൾ മിറാക്കൽ ഗാർഡൻ്റെ വ്യൂ കാണാൻ പറ്റും കേട്ടോ. അവിടെ മേലെയും ഫുഡ് കോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അടിയിൽ നിന്ന് കാണുന്ന പോലെയല്ല, മേലെ നിന്ന് വേറൊരു വ്യൂ അല്ല കേട്ടോ. അതാണ് ഞാൻ അതിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ മേലെ കയറിയിട്ടുള്ള വ്യൂ ആട്ടോ കാണിക്കണത്. നല്ല നമുക്ക് ഇഷ്ടപ്പെടും. എന്തായാലും ഒരു 1 ടൈം മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് പോയി നോക്കി നോക്ക്. UAE-ലുള്ളവരെല്ലാവരും പോയി നോക്കി നോക്കട്ടോ. അപ്പോൾ നമുക്ക് എക്സിറ്റ് വരുന്നത് നമ്മളെ എൻട്രി ചെയ്ത ഭാഗത്തല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് അവിടെ നിന്ന് കുറച്ച് നടക്കണം. കൂടെയാണ് എക്സിറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് വരുന്നതും നമുക്ക് നമ്മൾ ഇറങ്ങിയ ബസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് തന്നെ നമുക്ക് ബസ് കയറാം കേട്ടോ. അല്ലാതെ ടാക്സിക്ക് പോകുന്നവർക്കും ടാക്സിക്ക് എമിറേറ്റ്സ് മോളിൻ്റെ അവിടേക്ക് പോകാം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.